ഉച്ഛിഷ്ടം കഴിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ നമ്മുടെ ഇതിൽ ഉച്ഛിഷ്ടം കഴിക്കുന്ന എന്തോ നല്ലതായിട്ടൊക്കെയാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. ഭർത്താവിൻ്റെത് ഭാര്യ കഴിക്കണം അത്രേ ഉച്ഛിഷ്ടം. പക്ഷേ നിങ്ങളതിന് നിൽക്കരുതേ, ഇവിടെയുള്ള കുറച്ച് പേരെങ്കിലും. അതെ, അതാ അങ്ങനെ കഴിക്കുന്നത് കാണണം. അങ്ങനെ എന്തെങ്കിലും ഒരു വൃത്തി ഉണ്ടെങ്കിൽ വേണ്ടില്ല. ഒരാദ്യമായിട്ടൊരു കുട്ടിക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. പണ്ടൊക്കെ ഉള്ളവർ കുറേ അനുഭവിച്ചിട്ടുണ്ടാവും പാവം, ഇല്ലേ? സ്നേഹം പങ്കുവെക്കേണ്ടത് ഇങ്ങനെ ഈ ഉച്ഛിഷ്ടം കഴിച്ചിട്ടൊന്നുമല്ല. ഉച്ഛിഷ്ടം കഴിക്കുന്നതിലൂടെയല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ദാമ്പത്യത്തിൻ്റെ കരുത്ത് അവിടെയൊന്നുമല്ല. അത് ഭർത്താവ് കഴിഞ്ഞതിന് ശേഷം കഴിച്ചതുകൊണ്ടുമല്ല. നിങ്ങൾ സമയമാകുമ്പോൾ 1 മണിയാണെങ്കിൽ 1 മണി, നിങ്ങൾ വിശക്കുന്ന ആ സമയം നിങ്ങൾ കഴിക്കണം. നിങ്ങളുടെ ഉള്ളിലൊരു വൈശ്വാനരനുണ്ട്. ആ വൈശ്വാനരനെ അപമാനിക്കലാണ് നിങ്ങൾ 3 മണിക്ക് കഴിക്കുന്നത്. അങ്ങോട്ട് വന്നിട്ടേ ഞാൻ കഴിക്കൂ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഇത്ര കാലവും. നിങ്ങൾ ഈ അടി ഉണ്ടാക്കുന്നുണ്ടല്ലോ കുറേ കാലമായിട്ട്. അല്ല, അത് വേറെ, ഇത് വേറെ. അപ്പം നിങ്ങളുടെ സമയം നിങ്ങളാ വിശക്കുന്ന ഒരു ശരീരത്തിനൊരു വ്യവസ്ഥയുണ്ട്, അതിനെ നമ്മൾ മാനിക്കണം എന്ന് പറയാം. അതുകൊണ്ട് ആ സമയമാകുമ്പം കഴിക്കണം, പറയണം. ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളാണ്. 2 മണിക്ക് ഭർത്താവ് വരും, അല്ലെങ്കിൽ 3 മണിക്ക് വരും. എന്നാൽ ആ വിദ്വാന് ഇവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടോ? അതില്ല. എന്നിട്ട് ഒരു ഇതായിട്ട് ചോദിക്കും, നിനക്ക് കഴിച്ചൂടെ, നീ എന്തിനാ ഇങ്ങനെ എന്നെ കാത്തു നിൽക്കുന്നത്? എന്നാൽ ശരി, ഒരു ദിവസം കഴിച്ചാൽ അപ്പോൾ നിൻ്റെ ഒക്കെ കഴിഞ്ഞു അല്ലേ? ബാക്കിയുള്ളവർ അതും അല്ലേ? അല്ല സ്വാമി, ഈ സ്വാമി എങ്ങനെയാ ഇതൊക്കെ അറിയുന്നത്?